ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി തന്നെ അൻവർ ഇറങ്ങും. പക്ഷേ യു ഡി എഫിൽ കുറെ കൂടി സാഹചര്യവും സ്വാധീനവും ഉറപ്പാക്കിയ ശേഷമുള്ള അൻവറായി. അങ്ങനെയാണോ കാണേണ്ടത്? അൻവർ തീർച്ചയായിട്ടും നേരെ സൂചിപ്പിച്ച പോലെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു ഓപ്ഷൻ അദ്ദേഹത്തിന് മുമ്പിലുണ്ട് എനിക്ക് തോന്നുന്നില്ല. അവിടെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നി, ഈ ആര്യൻ ഷൗക്കത്തിനെ കോൺഗ്രസ് തീരുമാനിച്ച വഴി ഒരു ധാർമ്മികമായ വിജയം കോൺഗ്രസ് നേടിയിട്ടുണ്ട്. കാരണം ഈ കാര്യത്തിൽ പതറിയിരുന്നെങ്കിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്, യു ഡി എഫോ കോൺഗ്രസോ സൃഷ്ടിച്ച തെരഞ്ഞെടുപ്പല്ല, അൻവർ തന്നെ LDFിൻ്റെ ഭാഗമായ അൻവർ സൃഷ്ടിച്ച തെരഞ്ഞെടുപ്പാണ്. ആ സമയത്ത് അതിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന് പങ്കില്ല. അങ്ങനെ സാഹചര്യം, ഒരു അവസരം കോൺഗ്രസിന് വീണ് കിട്ടി. ഈ സമയത്ത് അൻവർ UDFിൻ്റെ ഭാഗമല്ല, അൻവർ ഗവൺമെൻറ് LDF ഗവൺമെൻറ്റായിട്ടും പിണറായിയായിട്ടും വ്യക്തിപരമായിട്ടും ഏറ്റുമുട്ടി പുറത്തു വന്ന സമീപകാലമാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന് പിണറായി വിജയനെതിരെയുള്ള ഒരു വിജയം അദ്ദേഹത്തിന് ഏറ്റവും അനിവാര്യമായിരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെയാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ PU അൻവറിൻ്റെ അഭിപ്രായം കേട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മാറ്റിയിരുന്നെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പല്ല, വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലൊരു പരാജയമായിരുന്നു, ധാർമ്മിക പരാജയമായിരുന്നു. തീർച്ചയായും LDF ആയതിനും ഉന്നയിക്കാൻ പോകുന്ന കാര്യം അതായിരിക്കും. എന്താണ്, ഈ അൻവറിനെ വർത്താനം കേട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട UDFിൻ്റെ കക്ഷി കീഴടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി മുമ്പിൽ കീഴടങ്ങിയിരുന്നു. അതുകൊണ്ടൊരു ധാർമ്മികത, ജയിക്കോ തോക്കുന്നത് ധാർമ്മികമായൊരു നേട്ടം തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് നേടിയിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുള്ള കാര്യം കോൺഗ്രസ് അസേർട്ട് ചെയ്തു. ആ ധൈര്യം കാണിച്ചത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ധൈര്യം കാണിക്കേണ്ടതായിരുന്നു അസേർട്ടിന്. കാരണം കേരളത്തിലെ പ്രതിപക്ഷം ലീഡ് ചെയ്യുന്ന പാർട്ടി ഈ തുടക്കത്തിന് ബൈ ഇലക്ഷനിൽ തന്നെ ഈ നിലയ്ക്ക് നിക്കക്കള്ളിയില്ലാത്ത രീതിയിൽ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് വലിയ പ്രസ്ഥാനത്തിനുണ്ടാവുക? ആ നില, ആ ഒരു ആ രാഷ്ട്രീയ വിവേകം കോൺഗ്രസ് നേതാക്കൾ കാണിച്ചു എന്നുള്ളത് വളരെ എന്താ പറയുക, നല്ല കാര്യമാണ്. ജനാധിപത്യ സംബന്ധിച്ച് നല്ല കാര്യമാണ്. കാര്യം അൻവർ ഒരിക്കലും ഡിമാൻഡ് ചെയ്യാൻ പാടാത്തൊരു കാര്യമാണ്. അദ്ദേഹം നിർദ്ദേശം വയ്ക്കാം, രാഷ്ട്രീയത്തിന് ജനാധിപത്യത്തിന് നിർദ്ദേശം വയ്ക്കാൻ തെറ്റില്ല. പക്ഷേ നിർദ്ദേശം വയ്ക്കുമ്പോൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു പാർട്ടിയോട് അടിച്ചേൽപ്പിച്ച് ഇതേ ഈ സ്ഥാനാർത്ഥി തന്നെ പാടുള്ളൂ എന്ന് പറയുന്നത് VSA ഒട്ടും മോശം സ്ഥാനാർത്ഥി അല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനത്തെ നിർദ്ദേശിക്കും, അടിച്ചേൽപ്പിക്കും, അതിനകത്ത് പരസ്യമായിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നതും ഒരു രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേർന്നല്ല. ആ നിലയ്ക്ക് കോൺഗ്രസിൻ്റെ ഈ നിലപാട് വളരെ ശ്രദ്ധേയമായ നിലപാട് തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അൻവറിന് മുമ്പിൽ എന്തോ ഓപ്ഷനാണുള്ളത്. തീർച്ചയായിട്ടും അൻവറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വീണ്ടും LDF ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരാജയം കോൺഗ്രസിനേക്കാൾ വലിയ ക്ഷീണം. ആ പ്രഹരം ഏറ്റവും ഏൽക്കാൻ പോകുന്നത് PU അൻവറിനാണ്. PU അൻവർ ചിലക്കര പോലെ വേറെ സ്ഥാനാർത്ഥി നിർത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ വോട്ട് എങ്ങാനും സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ ആ സാഹചര്യത്തിൽ LDFിൻ്റെ ഭേദപ്പെട്ടൊരു കാൻഡിഡേറ്റാണ് മത്സരിക്കുന്നത്, അദ്ദേഹം ജയിച്ചു വരികയാണെങ്കിൽ ആ പരാജയം കോൺഗ്രസിനേക്കാൾ വലിയ പ്രഹരമാർക്കാണ് കിട്ടുക? അൻവർ നിൽക്കകളില്ലാതായും. പിന്നെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അൻവറിന് ആവശ്യം എന്നത്തേക്കും ഇല്ലാതായി മാറും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെയും UDFിൻ്റെ വഴിക്ക് പോകും. ലീഗ് നല്ല സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണല്ലോ നിലമ്പൂർ, നമ്മൾ മനസ്സിലാക്കുന്നത് മലപ്പുറം ജില്ലയും. അപ്പോൾ അൻവറെ സംബന്ധിച്ചിടത്തോളം അൻവറുടെ പ്രായോഗികമായ രാഷ്ട്രീയം, അദ്ദേഹം രാഷ്ട്രീയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ നാടൻ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതാണ്. പ്രത്യേകിച്ചൊരു അദ്ദേഹത്തിൻ്റെ പ്രവണത. ദാമോദർ പ്രസാദ്, അങ്ങ് പറയുന്നത് ശരിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയൊരു ധാർമ്മിക വിജയത്തിന്റെ മുഹൂർത്തമാണെന്ന്. പക്ഷേ അൻവറിന് കോൺഗ്രസിനും അനിവാര്യമായൊരു ഘടകമല്ലേ ഈ പറയുന്ന ആദ്യമായിട്ടാണ് ഭരണവിരുദ്ധ തരംഗമുണ്ടോ ഇല്ലയോ എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്, അല്ലേ? ഈ 4 ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്വഭാവം അതായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ്. അതിൽ ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷത്തിന് വേണ്ടത് എന്താണ്? ഒരു വോട്ട് പോലും ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിൽ ഭിന്നിച്ചു പോകരുത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് അൻവർ. തീർച്ചയായും അൻവർ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. പക്ഷേ ഇതന്നെ ആ ഉപതെരഞ്ഞെടുപ്പിന് ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രത്യേകതയുണ്ട്. കാര്യം ഭരണവിരുദ്ധ വികാരമുണ്ടോ, അത് UDFിന് അനുകൂലമാണോ എന്നറിയുന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ കോൺഗ്രസ് സ്വന്തം അസ്തിത്വം ഇവിടെ കാണിച്ചില്ലെങ്കിൽ, അതിനെ രേഖപ്പെടുത്തിയില്ലെങ്കിൽ അത് കോൺഗ്രസിന് പതർച്ചയായിരിക്കും. ഇവിടെ അൻവറെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞത് വേണുവിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അൻവറെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. കാര്യം അൻവർ തന്നെ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്, അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണെന്ന കാര്യത്തിൽ ആർക്കും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കാര്യം ഒരിക്കലും ജനാധിപത്യത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് അത്ര നല്ലതൊന്നുമല്ല. കാര്യം ആൾക്കാർ മരിച്ചിട്ടൊന്നുമല്ല ഇവിടെ തെരഞ്ഞെടുപ്പുണ്ടായത്. അദ്ദേഹത്തിന് UDFിനും അങ്ങൊരു ധാർമ്മികതയുടെ കാര്യം പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ. അങ്ങനെയെങ്കിൽ അൻവർ ഇടഞ്ഞു, അൻവർ അതിനുശേഷം ആ MLA സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു രാഷ്ട്രീയ ധാർമ്മികതയല്ലേ? എന്തുകൊണ്ട് അതായത് രാജിവെച്ചു എന്ന് പറയുന്ന സമയം ഞാൻ അടിച്ചേൽപ്പിക്കപ്പെട്ട സാഹചര്യം ഞാൻ പറയുന്നത് സമരമാണല്ലോ. രാജി ഒരു സമരമാണ്, അതിന് സംശയമില്ല. പല സമയത്ത് ഇവിടെ എന്ത് തന്നെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ നിലയിൽ ഒരു നമുക്കറിയാവുന്നൊരു സാഹചര്യം അതായിരുന്നു. തീർച്ചയായും ഞാൻ സമ്മതിച്ചു, ഇതിൻ്റെ അകത്ത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം രാജിവെച്ചു പുറത്തു എന്നുള്ള കാര്യം ശരി തന്നെ, വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. പക്ഷേ അത് UDF സൃഷ്ടിച്ച കാര്യം. പക്ഷേ വേണു നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അൻവറെ സംബന്ധിച്ചിടത്തോളം ഈ ഉപതെരഞ്ഞെടുപ്പ് പോലെ അൻവറിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇവിടെ എങ്ങാനും അൻവറും ഇതിൻ്റെ അകത്ത് അവസാനം കലാശിക്കുന്ന അൻവറിനെയും കൂടി പരാജയമായി മാറുകയാണെങ്കിൽ പിന്നെ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താണ്? ആ നിലയിൽ കോൺഗ്രസിനും അൻവറിന് ആവശ്യമുണ്ട്, അൻവറിന് തീർച്ചയായിട്ടും UDFിന് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു സമവാക്യം നിലനിർത്തുന്ന രണ്ടുപേരുടെയും ആവശ്യമാണ്.